ഒരു നല്ല അധ്യാപകൻ ആരാണെന്ന് അറിയാമോ? ഒരു നല്ല അധ്യാപകൻ ആരാണ്? ഒരു നല്ല അധ്യാപകന് വേണ്ട ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് അറിയാമോ? ഒരു നല്ല അധ്യാപകന് വേണ്ട ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമ ഒരു അധ്യാപകന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ് കേട്ടോ. നല്ല ക്ഷമയുള്ള ഒരാളായിരിക്കണം ഒരു അധ്യാപകൻ കേട്ടോ. അതുപോലെ തന്നെ അധ്യാപകൻ കുട്ടികളെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ വളരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം കേട്ടോ. കുട്ടികളോട് സ്നേഹത്തോടെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ചെടുക്കാൻ ആർക്ക് കഴിയണം? അധ്യാപകൻ കഴിയണം. അധ്യാപകൻ കുട്ടികളെ തല്ലുന്നതിനോട് അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ തല്ലുന്നതിനോട് അല്ലെങ്കിൽ സാറന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കേട്ടോ, ഇവർ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്കെന്തില്ല? യാതൊരു യോജിപ്പുമില്ല കേട്ടോ. നല്ലതുപോലെ തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടിക്ക് അധ്യാപകരോട് തോന്നുന്നത് എന്താണെന്നറിയാമോ? കുട്ടിക്ക് അധ്യാപകരോട് തോന്നുന്നത് എന്താണ്? ഭയമാണ്. കുട്ടിയുടെ മനസ്സിൽ അധ്യാപകരോടുള്ള ഭയം ജനിക്കുന്നു. മാത്രമല്ല കുട്ടിയുടെ മാനസികമായ വളർച്ചയിൽ കുട്ടിയുടെ മാനസികമായ വളർച്ചയ്ക്ക് വിദ്യാലയങ്ങളുടെ പങ്കെന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ഇങ്ങനെ നല്ലതുപോലെ തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും? കുട്ടി സ്കൂളിൽ പോകാൻ പൊതുവെ മടി കാണിക്കും. അത് കാരണം കുട്ടിക്ക് സ്കൂളെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കുട്ടിക്ക് പേടി, കുട്ടിയുടെ മനസ്സിൽ ഭയം ജനിക്കും കേട്ടോ. കുട്ടിക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാല്യകാലമാണ്. ഏത് മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാലും ബാല്യകാലത്തോളം സന്തോഷമുള്ള ഒരു കാലം ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. എത്ര കഷ്ടപ്പാടുള്ള കാലമായാലും ബാല്യകാലത്തെക്കുറിച്ച് ഓർത്ത് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? സന്തോഷിക്കാറുണ്ട്. അപ്പം ഈ ബാല്യകാലത്ത് സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കേണ്ട എന്താണ്? സന്തോഷം. പഠനത്തോടൊപ്പം കുട്ടികൾക്ക് ലഭിക്കേണ്ടത് സന്തോഷമാണ് കേട്ടോ. മറിച്ച് നല്ലതുപോലെ തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ മടി തോന്നും. പിന്നെ കേട്ടോ, ടോർച്ചറിങ് കേന്ദ്രങ്ങളായി വിദ്യാലയങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമായി മാറുമെന്നാണ്. കുട്ടിക്ക് എന്ത് ചെയ്യും? പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായേക്കാം. കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കും. കുട്ടിക്ക് വിദ്യാലയത്തോടോ അല്ലെങ്കിൽ അധ്യാപകനോടോ ബഹുമാനമോ സ്നേഹമോ ഉണ്ടാകുന്നതിന് പകരം എന്തുണ്ടാകും? ആ വിദ്യാലയത്തോടും ആ അധ്യാപകരോടും ഒക്കെ എന്തുണ്ടാവും? ഭയം ജനിക്കും കേട്ടോ. കുട്ടികൾക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ സ്നേഹമായിട്ട് കുട്ടികൾക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യാം? നല്ല ഉപദേശങ്ങൾ നൽകുക. വളരെ ക്ഷമയോടെ അവരുടെ മനസ്സിൽ നന്മ ഊട്ടി ഉറപ്പിക്കാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം. അവിടെയാണ് അധ്യാപകന്റെ കഴിവ് കേട്ടോ. സ്നേഹത്തോടെ നന്മ ആ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ അധ്യാപകന് കഴിഞ്ഞാൽ അധ്യാപകൻ വിജയിച്ചു കേട്ടോ. അല്ലാതെ വലിയ ചൂരിലെടുത്ത് അധ്യാപകൻ കുട്ടിയെ തല്ലിയത് കൊണ്ടൊന്നും എന്ത് ചെയ്യില്ല? ആ കുട്ടി നന്നാവില്ല കേട്ടോ. അങ്ങനെ കുട്ടികളെ തല്ലുന്നതിനോട് എന്തില്ല? എനിക്ക് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. അങ്ങനത്തെ അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. അവരുടെ മനസ്സിൽ ആ നന്മയുടെ ചിന്തകൾ ഉളവാക്കുക. അതുപോലെ തന്നെ അവരെ സമൂഹ നന്മയ്ക്കുതകുന്ന തരത്തിൽ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കാൻ ആർക്ക് കഴിയണം? അധ്യാപകന് കഴിയണം കേട്ടോ. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അധ്യാപകൻ നല്ല വലിയ വടിയെടുത്ത് കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തുണ്ടാകും? ആ കുട്ടിക്ക് അധ്യാപകനോട് വെറുപ്പുണ്ടാകും, വിദ്യാലയത്തോട് വെറുപ്പുണ്ടാകും. കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കും, പഠനത്തോട് വിമുഖത കാണിക്കും. അതൊക്കെ എന്ത് ചെയ്യും? വിദ്യാലയത്തോടും പഠനത്തോടും ഒക്കെ കുട്ടിക്ക് ഉണ്ടാവും. കുട്ടിക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും പാടില്ല കേട്ടോ. കുട്ടിയെ സ്നേഹത്തോടെ കുട്ടികളോട് എന്ത് ചെയ്യുക? സ്നേഹത്തോടെ ഇടപെടുക. അധ്യാപകർ സ്നേഹത്തോടെ ഇടപെടുക. അവരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുക. സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുക കേട്ടോ. ഒരു 95% കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നേരെയായി മാറും. മറിച്ച് അല്ലാതെ വലിയ ചൂരിലെടുത്ത് കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ കുട്ടിക്കും എന്തുണ്ടാവും? വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരിക്കും. കുട്ടി എന്ത് ചെയ്യും? ചിലപ്പോൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കും കേട്ടോ.
മാത്രമല്ല അങ്ങനെ കുട്ടികൾ അധ്യാപകർക്ക് കുട്ടികൾ തല്ലുന്നവരായി കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ അക്രമവാസന ഉണ്ടാവുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അങ്ങനെ ആയി നല്ലപോലെ കുട്ടിയെ അധ്യാപകൻ തല്ലിക്കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ അധ്യാപകൻ്റെ വൈരാഗ്യ ബുദ്ധി പോലും ചിലപ്പോൾ ഉടലെടുത്തേക്കാം കേട്ടോ. അത് പാടില്ല. അതുകൊണ്ട് കുട്ടികളെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ നന്മയുള്ളവരാക്കി മാറ്റിയെടുക്കാൻ അധ്യാപകന് കഴിയണം. അതിന് സ്നേഹം കൊണ്ടും സ്നേഹത്തോടെയും ക്ഷമയോടെയും ഉള്ള ഉപദേശങ്ങൾക്ക് അധ്യാപകൻ്റെ ഉപദേശങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ.